എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളുടെ കോവിലിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ചാട്ടാടി എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ പന്തക്കാലൊക്കെ നിർത്തി പന്തലൊക്കെ റെഡിയാക്കി. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഒരുപാട് ആൾക്കാർ കോവിലിന് ചുറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പൂവൊക്കെ വെച്ച് കോവിലൊക്കെ അലങ്കരിച്ചിട്ടുണ്ട്. ഇന്നത്തെ ദിവസം ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മാമൻ്റെ മോൻ്റെ ഇത് തുലാഭാരമാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട് തുലാഭാരത്തിനുള്ള സാധനങ്ങൾ. അങ്ങനെ ഇതാ ഞാൻ ഉണ്ണിക്കുട്ടനെ നോക്കിയപ്പോഴത്തേക്കും അവൻ മാമിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. അവൻ അതിശയത്തോടെ നോക്കുന്നുണ്ടായിരുന്നു എല്ലാവരെയും. ഇതാ ഉണ്ണിക്കുട്ട എന്നൊക്കെ വിളിച്ചപ്പോൾ ക്യാമറയിലൊക്കെ നോക്കി വന്ന് പോസൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ചേച്ചി എവിടെയെന്ന് നിങ്ങൾ ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ അടുത്തുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങി പട്ടുപാവാടയൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അവ കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും പോറ്റി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുലാഭാരത്തിന് ഒരു സ്ഥലത്ത് സാധനം വെക്കണമല്ലോ. അങ്ങനെ മാമനാണെങ്കിൽ എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നമുക്കും അറിയില്ല. പിന്നെ നോക്കിയപ്പോഴാണ് ശർക്കരയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തുലാഭാരം ചെയ്ത സാധനമാണെങ്കിൽ കോവിലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് കൊടുക്കാറ്. അപ്പോൾ ഇതും കോവിലിൻ്റെ ആവശ്യത്തിന് വേണ്ടി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാ തുലാഭാരത്തിന് ആദ്യമായിട്ട് അതുപോലെ ആ ഒരു ത്രാസിലാണെങ്കിൽ ഒരു ചുവന്ന തുണി വിരിച്ചിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ഇതാ ആ ഒരു ചുവന്ന തുണി വിരിച്ച സ്ഥലത്ത് ഉണ്ണിക്കുട്ടനെ അവിടെ ഇരുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവൻ ഇച്ചിരി കരച്ചിലൊക്കെയാണ് കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഒരുവിധം നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. എന്നാലും അവൻ്റെ അമ്മയടുത്ത് പോകണമെന്നൊക്കെയാണ്. അപ്പോൾ ഇതിന് മുമ്പാണെങ്കിൽ തുലാഭാരം നടത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു കോവിലിൽ നേർച്ച ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ തുലാഭാരം നടത്തുന്നത്. അപ്പോൾ അപ്പുറത്തെ സൈഡാണെങ്കിൽ ശർക്കര വെച്ചിട്ട് ഇതാ ഇതുപോലെ ഈക്വലാക്കുന്നുണ്ട്. അവൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പിന്നെ മാമ അവനെ എടുത്തു കേട്ടോ. അപ്പോൾ വിൽപ്പാട്ടിനായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ ഇതാ കോവിലിൽ നിറയെ ആൾക്കാരായിട്ട് നിറഞ്ഞിട്ടുണ്ട്. പിന്നെ അവിടെ ഇതുപോലെ തന്നെ അവർ വിൽപ്പാട്ട് പാടിയപ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടനൊക്കെ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ അവർ പാട്ട് പാടുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ പാട്ടിടാൻ പറ്റിയില്ല. കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ ഇതിൽ അനുഗ്രഹം കിട്ടുന്നവരൊക്കെ ഇതുപോലെ അവർ ഫ്രഷായി കോവിലിൻ്റെ നടയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കോവിൽ നട അടച്ച് തുറക്കുമ്പോഴത്തേക്കും അവരൊക്കെ അനുഗ്രഹം വരും. ഇപ്പോൾ കോവിലിൻ്റെ ചുറ്റും നല്ലതുപോലെ തന്നെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള തുള്ളൽ ആൾക്കാരൊക്കെ ഇതുപോലെ നിൽക്കുന്നുണ്ട്. വിൽപ്പാട്ടും നടന്നുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവരുടെ ദേഹത്താണെങ്കിൽ ഇതുപോലെ ചന്ദനവും പിന്നെ ഇതുപോലെ പൊട്ടും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ മാമൻ്റെ ശരീരത്ത് ഇതുപോലെ തന്നെ ചന്ദനം തേച്ചു. അപ്പോൾ അനുഗ്രഹം വരുമ്പോഴത്തേക്കും അവരുടെ ശരീരത്തിലാണെങ്കിൽ രണ്ടാളിൻ്റെ ശക്തിയാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിൽ പിടിക്കാനായിട്ട് കുറച്ച് പേര് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചിലവർക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെന്നാലും അവരാണെങ്കിൽ ഇതുപോലെ കോവിലിൽ നിൽക്കുന്നുണ്ട് വ്രതം പിടിച്ച്. അങ്ങനെ അവർക്ക് അനുഗ്രഹം വന്ന് എല്ലാവരും ഇതുപോലെ തുള്ളുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെയാണെങ്കിൽ കോവിലിൽ നിന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇതാ കോവിലിനകത്ത് ദേവിയാണ് ഇത് കാണുന്നത്. ഇപ്പോൾ തുള്ളക്കാരാണെങ്കിൽ 1 മാസത്തിന് മുമ്പേ മുതൽ വ്രതമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ അമ്മയെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നേരിട്ട് തന്നെ കാണേണ്ട ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ വിൽപ്പാട്ടിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയൊക്കെ അകമ്പടിയോടെയാണ് ഇതുപോലെ അമ്മയും ബാക്കിയുള്ളവരും ഒക്കെ അനുഗ്രഹത്തോടെ തുള്ളുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു കണ്ണ് നിറഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ഇത് അമ്മയാണെങ്കിൽ ഓരോരുത്തർക്ക് ഇതുപോലെ ചാട്ടം അടിച്ചാണ് അവർക്ക് ഓരോരോ ചാട്ടം കൊടുക്കുന്നത്. അതിനുശേഷം അവർ സെപ്പറേറ്റ് പോയി ചാട്ടം അടിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് ക്യൂരിയോസിറ്റി തോന്നി. ഞാൻ മാമൻ്റെ അടുത്ത് അനുഗ്രഹം കഴിഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെ നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇതുപോലെ അനുഗ്രഹം വരുമ്പോഴത്തേക്കും അവർക്കാണെങ്കിൽ ഒരു ശരീരവേദനയൊക്കെ കാണും. പിന്നെ പൂർണ്ണമായിട്ടും അവർ അമ്മയുടെ മക്കളായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ മാമനാണെങ്കിൽ അനുഗ്രഹം വന്നപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷവും ഇതുപോലെ തന്നെ മുഖത്ത് നല്ല ചിരിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
2 ചാട്ടയൊക്കെ വെച്ച് എൻ്റെ മാമ അടിക്കും കേട്ടോ. ഇനി അടുത്ത വർഷത്തിൽ മാത്രമേ ഇനി അടുത്ത് ഇതുപോലെയൊക്കെ കാണാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ കൺകൊള്ളോർക്കെ കണ്ടു കേട്ടോ. അപ്പോൾ ഇന്ന് മെയിൻ ഉത്സവം ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കോവിലിൽ. അപ്പോൾ അതാ മാമനാണെങ്കിൽ വേറൊരു തുള്ളലിനുള്ള ആൾക്കാണെങ്കിൽ ചാട്ടം അടിച്ച് പഠിപ്പിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എൻ്റെ മാമന് കിട്ടിയിട്ടുള്ളത് യോഗീശ്വരൻ്റെ അനുഗ്രഹമാണ്. അതുപോലെ തന്നെ മാടൻ്റെയും ഇഷക്കി അമ്മയുടെയും അങ്ങനെ അനുഗ്രഹങ്ങൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാ ചാട്ടയൊക്കെ അടിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അവരാണെങ്കിൽ പിന്നെ നടയിലോട്ട് പോകുന്നുണ്ടേ. അപ്പോൾ ഇതാ അവരുടെ ഓരോരുത്തരുടെ മേലിലും ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മളുടെ ചന്ദനമാരി അമ്മ ദേവി കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമായി. അപ്പോൾ ഇന്ന് കുംഭം ഒക്കെ കൊണ്ടുവരുന്ന ദിവസമാണ്. അപ്പോൾ ബാക്കിയുള്ള തുള്ളക്കാരൊക്കെ ഇതുപോലെ തന്നെ പോകുന്നുണ്ട് കേട്ടോ. റോഡിൽ നല്ല ചൂടാണ്, എന്നിട്ടും അവരിതാ തുള്ളക്കാരാണെങ്കിൽ ഒരു റിയാക്ഷനും ഇല്ലാതെ പോകുന്നുണ്ട് കേട്ടോ. അവർക്ക് വേദനയൊന്നും എടുക്കില്ല. അപ്പോൾ ഇവർ ഈ പോകുന്നത് തെന്നൂർക്കോണത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിലാണ് കേട്ടോ. അവിടെ നിന്ന് ഇതുപോലെ തന്നെ കിണറ്റിലെ നല്ല വെള്ളം കോരി അവിടുത്തെ വെള്ളമാണ് കുംഭത്തിൽ ഇവിടെ ഒഴിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ രാത്രിയൊക്കെ ആയപ്പോഴത്തേക്കും അവിടെ വിളക്ക് ദീപമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിതാ ഫ്രൂട്ട്സും പിന്നെ പനിനീരും മഞ്ഞളും വിളക്കും പിന്നെ അവർക്കിടേണ്ട ഹാരവും ഒക്കെ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ മണിക്കുട്ടി ഇന്ന് താലപ്പൊലിക്ക് ഉണ്ട് കേട്ടോ. പൂവൊക്കെ വെച്ച് സെറ്റായി അവൾ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അടുത്ത് കിരീടം വയ്ക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ ഞാനും എൻ്റെ അനിയത്തിയും അവിടെ നേരത്തെ റെഡിയാണ്. പിന്നെ എൻ്റെ അമ്മാമിയും മാമിയും എല്ലാവരുമായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. നമ്മളുടെ കോവിലിലെ വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹം കാണും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ വിശന്നപ്പോഴത്തേക്കും ബിസ്ക്കറ്റൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മുട്ട വയ്ക്കുന്നത് ഇതുപോലെ തന്നെ ഒരു ദിശയിലോട്ട് മുട്ട എറിയും കേട്ടോ. അപ്പോൾ അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ മുട്ട വെച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ മഞ്ഞയാണെങ്കിൽ നമ്മൾ അവിടെ വയ്ക്കുന്ന ഇതുപോലെ തന്നെ കുടത്തിൽ ഇതുപോലെ വെള്ളം കാണുമല്ലോ, വെള്ളത്തിൽ ഇതുപോലെ തന്നെ മഞ്ഞ ഇതുപോലെ നല്ല മിക്സ് ചെയ്ത് സെറ്റാക്കും. എന്നിട്ട് തുള്ളക്കാരുടെ ദേഹത്തോട്ട് ഒഴിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കിലോമീറ്റർ നടന്ന് വേറൊരു കോവിലിൽ പോയിട്ട് അവിടെ നിന്നാണ് വെള്ളം എടുത്ത് കുംഭത്തിൽ കൊണ്ട് ഇവിടെ വന്ന് കോവിലിൽ ഒഴിക്കുന്നത്. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പൂപ്പനാണെങ്കിൽ കാല് വയ്യ, കാലിൽ ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. എന്നാലും അടിയിലും വന്ന് ചാട്ട അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുംഭവും വന്നു. അപ്പോൾ മാമനിതാ അവിടെ സ്പേസ് നോക്കിക്കൊണ്ടിരിക്കുവാണ് ചാട്ടം അടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാമനും ചാട്ടം അടിച്ചു. അപ്പോൾ അവിടെ വെച്ചിരുന്ന തീയിലാണെങ്കിൽ ഇതുപോലെ തന്നെ കൈ വെച്ച് മുഖത്ത് തേക്കുന്നുണ്ട്. കാരണം അവർക്ക് ചൂടൊക്കെ ഒരു പ്രശ്നവുമല്ല. അങ്ങനെ ദേവി വന്നു. നമ്മളിതാ വാങ്ങിച്ച ഹാരമൊക്കെ ഇട്ട് കൊടുത്ത് കാലിത്തട്ടൊക്കെ തൊഴുന്നുണ്ട് കേട്ടോ. ദേവി ഭസ്മമൊക്കെ ഇട്ട് അനുഗ്രഹിച്ചു. അപ്പം മണിക്കുട്ടി പൂച്ചെണ്ട് ദേവിക്ക് കൊടുത്തു. അപ്പോൾ എന്താഗ്രഹം പറഞ്ഞാലും കൂടെ നിന്ന് സഹായിക്കുന്ന ദേവിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്ന മിക്ക ആഗ്രഹങ്ങളും നടന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ദേവിയെടുത്ത് പറഞ്ഞിട്ട്. അങ്ങനെ ഇതിൻ്റെ മാമനും ബാക്കിയുള്ളവരൊക്കെ കോവിലിനകത്ത് കയറി ചാട്ടം അടിക്കാനും തുള്ളാനും ഒക്കെ തുടങ്ങി. ഇതൊക്കെയാണെങ്കിൽ അവിടുത്തെ വിൽപ്പാട്ടിനനുസരിച്ചാണ് കേട്ടോ അവർ കളിക്കുന്നത്. വേതാളോ വാടി വര
അങ്ങനെ ഇതാ അവരവിടെ നിന്ന് കൊണ്ടുവന്ന കുംഭമാണെങ്കിൽ ഇതുപോലെ തന്നെ പോറ്റിയെടുത്ത് കോവിലിനകത്ത് കൊണ്ടുപോയി ആ ഒരു ദേവിയുടെ തലയിലോട്ട് അഭിഷേകം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചന്ദനമാരി അമ്മയാണെങ്കിൽ ഇതുപോലെ ഭസ്മം ഇടുമ്പോഴാണ് അവർക്ക് അനുഗ്രഹം മാറി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ദേവിയാണെങ്കിൽ ഇതുപോലെ തന്നെ അനുഗ്രഹം മാറി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തളർന്നവർക്കെല്ലാം ഇതുപോലെ തന്നെ കരിക്ക് കൊടുത്തു. അപ്പോൾ ദേവിക്കിട്ട് കൊടുത്ത ഹാരമൊക്കെ മാറ്റി ഇപ്പോൾ എല്ലാവരും റിലാക്സ് ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വിശേഷങ്ങൾ ഇതുപോലെ മഞ്ഞനീരാട്ട് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ കൂട്ടാൻ മറക്കല്ലേ.